ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം മിശ്രിതമാണ്. ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു വളമാണിത്. പേര് പോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കടലപ്പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ അതിൽ നൈട്രജൻ, ബോറോൺ തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് വഴി മറ്റ് പോഷകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ചെടികൾക്ക് ലഭിക്കുന്നു. ഇതിൽ ചാണകം ചേർക്കുന്നുണ്ട്. അപ്പോൾ ചാണകം ചേർക്കുന്നതിലൂടെ മണ്ണിൻ്റെ ഘടനയ്ക്കും അതുപോലെ വായു സഞ്ചാരം, ജലസംഭരണ ശേഷി ഇവയെല്ലാം കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ ചെടികളുടെ വളർച്ച കൂടുകയും നല്ല രീതിയിൽ അത് പൂക്കുകയും നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനിൽദേവ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടനാണ് എങ്ങനെയാണ് ഈ വളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കടലപ്പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ചാണകം ഉപയോഗിച്ചുള്ള ഒരു മിശ്രിതമാണ് ഉണ്ടാകുന്നത്. അത് ചെടിയുടെ വളർച്ചയ്ക്കും മണ്ണിൻ്റെ ഘടനയ്ക്കും എല്ലാം ഉചിതമായിട്ടുള്ളതാണ്. ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പിണ്ണാക്ക്, അതായത് കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പൻ പിണ്ണാക്ക്. ഇത് വേപ്പൻ പിണ്ണാക്ക് വേപ്പും കുരു പൊടിച്ചതാണ്. കുരു പൊടിച്ചതിൽ കൂടുതൽ ഗുണങ്ങളുള്ളതാണ്. 5 കിലോ ചാണകം, 10 ലിറ്റർ വെള്ളം. ഇവിടെ നമ്മളിപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു ഡ്രം പോലത്തെ ഉള്ള ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. അടുത്തത് വേപ്പൻ കുരു പൊടിച്ചതിലാണ്, അല്ലെങ്കിൽ വേപ്പൻ പിണ്ണാക്കിടാം. അത് കറക്കിയിടുകയാണ്. 1/2 കിലോ കപ്പലണ്ടി പിണ്ണാക്ക്, 10 ലിറ്റർ വെള്ളം ചേർക്കുകയാണ്. ഒരു തടി കഷ്ണം എടുത്തിട്ട് അതിനെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ നമ്മൾ ആ മിശ്രിതം നല്ലപോലെ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇത് 3 ദിവസം നമ്മളിതൊരു മൂടി വയ്ക്കുന്നു. മൂടി വെച്ചതിന് ശേഷം 3-ാമത്തെ ദിവസം ഇത് തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുന്ന ആ തെളി ഊറ്റിയെടുത്ത് അതിൽ 4 ഇരട്ടി വെള്ളം, നമുക്ക് 1 ലിറ്റർ വെള്ളമാണെങ്കിൽ തെളി എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ 4 ലിറ്റർ വെള്ളം ചേർത്ത് ചെടിയുടെ മൂട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ ചെടി നല്ല പച്ച കളറ് ചെടിക്ക് കിട്ടുകയും കായ്ഫലമുള്ളതിന് നല്ല തൂക്കം കിട്ടുന്നുണ്ട്, പൂക്കൾ ഒരുപാട് വരുന്നുണ്ട്, അങ്ങനെ നല്ല വിളവ് കിട്ടുന്നുണ്ട്, ചെടിക്ക് നല്ല പുഷ്ടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം മിശ്രിതം തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തെളിയാണ് നമ്മൾ എടുക്കുന്നത്. 1 ലിറ്റർ തെളിയിൽ 4 ലിറ്റർ വെള്ളം എന്ന തോതിൽ വേണം വെള്ളം ചേർത്ത് നേർപ്പിക്കാൻ. ഇത് ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് ചെടികൾ നന്നായിട്ട് വളരുന്നു, അതുപോലെ നല്ല പൂക്കൾ ഉണ്ടാകുന്നു, കായ്ഫലം കൂടുന്നു, നല്ല ആരോഗ്യമുള്ള വിളകളെ നമുക്ക് ഇത് ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.